മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് ഞാൻ എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ കുറേ വ്യക്തികൾക്ക് രോഗങ്ങളുണ്ട്. പലതരത്തിലുള്ള രോഗം കുറേ ദിവസമായിട്ട്. അപ്പോൾ ആ വ്യക്തിക്ക് രോഗമുള്ള വീട്ടിലെ ഗൃഹനാഥന് ഒരു നല്ല ജ്യോത്സ്യന്റെ സഹായം വേണം. എന്തുകൊണ്ടാണ് വീട്ടിൽ ഇതൊക്കെ ഉണ്ടാവുന്നത് എന്നറിയാൻ. അപ്പോൾ ജ്യോത്സ്യനെ അറിയുമോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ജ്യോത്സ്യനെ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നമ്മൾ ആരുടെയെങ്കിലുമൊക്കെ പേര് കൊടുത്തു എന്ന് വിചാരിക്കാം. ഇയാൾ അവിടെ ചെന്നിട്ട് കാര്യങ്ങൾ ചോദിച്ചു എന്ന് വിചാരിക്കാം. ഈ ജ്യോത്സ്യന്മാർ ഏത് രീതിയിലാണ് മറുപടി പറയുന്നത് നമുക്ക് അറിഞ്ഞൂടാ. അതിൽ ഫിനാൻഷ്യലി താല്പര്യമുള്ള ജ്യോത്സ്യന്മാരുണ്ട്, അപ്പം കണ്ടത് പച്ചയ്ക്ക് പറയുന്ന ജ്യോത്സ്യന്മാരുണ്ട്, തിരക്കുള്ളപ്പോൾ കുറച്ചൊക്കെ നോക്കിയിട്ട് പറയുന്ന ജ്യോത്സ്യന്മാരുണ്ട്, പലരും ഉണ്ടാവും. ഇതിൽ ആര് മഹാൻ ആര് മഹാനല്ല ഇതൊന്നും നമുക്ക് അറിഞ്ഞൂടാ. ഈ വിവാഹ പൊരുത്തവും കൊണ്ട് ഒരു ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ചേരുമെന്ന് പറഞ്ഞവർ അതേ പേപ്പറും കൊണ്ട് അടുത്ത ആളുടെ അടുത്തേക്ക് പോകുമ്പോൾ ചേരില്ല പറയും. ഇതൊരു ഊഹാപോഹ പടുവിൻ്റെ വിദ്യയാണ്. അതിൽ നല്ലതില്ല എന്നല്ല, അതിൽ കുറേ നല്ലതുണ്ട്, പ്രയോജനപ്പെടുത്താൻ പറ്റിയ ധാരാളമുണ്ട്. പക്ഷേ പലപ്പോഴും ജ്യോത്സ്യൻ്റെ അടുത്ത് പോകാൻ വേണ്ടിയുള്ള മാനസികാവസ്ഥയിലെത്തിയ വ്യക്തികൾ ആ ജ്യോത്സ്യൻ പറഞ്ഞതാണ് 100% ശരിയെന്ന് അന്ധമായിട്ട് വിശ്വസിച്ച് മുമ്പോട്ട് പോകുമ്പോൾ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് വീട്ടിൽ ആർക്കെങ്കിലും രോഗമോ അസുഖമോ ഒക്കെ ഉണ്ടെങ്കിൽ ജ്യോത്സ്യൻ്റെ അടുത്തല്ല പോകേണ്ടത്, നല്ല ഡോക്ടറുടെ അടുത്താണ് പോകേണ്ടത്. നല്ല ഡോക്ടറുടെ അടുത്ത് പോയി ചികിത്സിക്കാം. അതല്ലാണ്ട് ജ്യോത്സ്യൻ്റെ അടുത്ത് പോയിട്ട് പകുതി ജ്യോത്സ്യത്തിൻ്റെയും പകുതി മറിച്ചു. എന്നോട് പറയാതെ എൻ്റെ ജ്യേഷ്ഠനും അനുജനും തിരുവനന്തപുരത്തെ ഒരു അമ്പലത്തിൽ ജ്യോത്സ്യനെ കാണാൻ പോയി. അവിടെ ഈ കബഡി നിരത്തിയിട്ടല്ല അദ്ദേഹം പറയുന്നത്, ഒരു നാളികേരം പൂജ കഴിഞ്ഞ് വന്ന് മുമ്പിൽ വെച്ചിട്ട് ഉരുട്ടും. അത് ഉരുളുന്നത് കണ്ടിട്ട് ആ സമയത്ത് അദ്ദേഹത്തിന് തോന്നുന്ന കുറേ കാര്യങ്ങൾ പറയും. ചേട്ടനും അനിയനും പോയപ്പോൾ അവിടെ ഈ ചേട്ടാനിയന്മാർ തമ്മിലുള്ള ബന്ധം പറഞ്ഞില്ല. എൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠനും അനുജനും. അവിടെ ചെന്ന് ജ്യേഷ്ഠൻ ചോദിച്ചു, എൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയാണ്? അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ട് പോയതല്ല, വെറുതെ പോയപ്പോൾ കണ്ടു, ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ അച്ഛന് മോക്ഷം കിട്ടിയിട്ടുണ്ട്, അച്ഛൻ്റെ അനുഗ്രഹം ധാരാളമായിട്ടുണ്ട്, അമ്മയുടെ അനുഗ്രഹമുണ്ട്, നിങ്ങൾക്ക് നല്ല ഐശ്വര്യമാണ്, നിങ്ങൾക്ക് വല്ല ഇതിനെന്നാലും മനസ്സിലൊരു വിഷമമുണ്ട്. ആ വിഷമം എന്താണെന്നുള്ളത് പറഞ്ഞു. ഇതെല്ലാം വളരെ മുഴുവൻ എൻ്റെ അനിയൻ അത് റെക്കോർഡ് ചെയ്തെടുത്തു. അത് കഴിഞ്ഞ് അനിയൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പറഞ്ഞു, നിങ്ങൾക്കൊരു കുഴപ്പമുണ്ട്, നിങ്ങളുടെ അച്ഛന് മോക്ഷം കിട്ടിയിട്ടില്ല, അച്ഛൻ ഇപ്പോഴും ഗതി പിടിച്ചിട്ടില്ല. ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛന് മോക്ഷം കിട്ടിയിട്ടുണ്ട്, ഗതി കിട്ടിയിട്ടുണ്ടെന്ന്. അനിയൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളുടെ അച്ഛന് മോക്ഷം കിട്ടിയിട്ടില്ല, ഗതി കിട്ടിയിട്ടില്ല. എന്നാലോചിച്ച് നോക്കാം, ഇവർ ചേട്ടാനിയന്മാരാണെന്നിട്ട് പറഞ്ഞുമില്ല. കാരണം പറയേണ്ട സന്ദർഭം വന്നുമില്ല, അയാൾ ചോദിച്ചുമില്ല. പിന്നെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അവസാനം ഇപ്പോൾ ഇവർക്ക് കൺഫ്യൂഷനാണ്. ഒരാളുടേത് കുറേ ശരിയാണ്, മറ്റേ ആളുടേത് കുറേ അധികം തെറ്റാണ്. അപ്പം ഇത് ഏതെടുക്കണം ഏതെടുക്കണ്ട. യഥാർത്ഥത്തിൽ അവരവിടെ പോയിട്ട് ഇങ്ങനെ ചോദിക്കേണ്ട ഒരു ക്രൈസിസും അവരുടെ ജീവിതത്തിൽ ഇല്ല. ഒരു ക്രൈസിസും ഒരു കൺഫ്യൂഷനും ഇല്ലാത്ത കാലത്ത് എന്നിട്ടാണ് ഇതൊക്കെ ചോദിക്കാൻ പോയത്. അപ്പം ഞാൻ അങ്ങേര് പറഞ്ഞത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, അതിനകത്ത് വല്ലതും നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുക്കാം. ഏത് യുക്തിവാദിയും നിരീശ്വരവാദിയും പുരോഗമന കലാ സാഹിത്യ വേദിയിലെ മുടിചൂടാ മന്നന്മാരായിട്ടുള്ള ബുദ്ധിജീവികളും വെറും ജീവികളും പണ്ഡിതരും ചിന്തകരും അല്ലാത്തവരും ആര് പറഞ്ഞതിലും കുറേയൊക്കെ നല്ലതുണ്ടാവും. യഥാർത്ഥത്തിൽ ചാണക്യൻ പറഞ്ഞ പോലെ മദ്യപിച്ചവനും ബാലനും വൃദ്ധനും രോഗിയും മതോന്മത്തനും എല്ലാവരും പറയുന്നത് നിങ്ങൾ കേൾക്കുക. എല്ലാത്തിലും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അത് ആരാണെന്നുള്ളതൊന്നുമല്ല, നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കുക, അല്ലാത്തത് മാറ്റിവെക്കുക. അതല്ലേ യുക്തിവാദം എന്ന് പറയുന്നത് തന്നെ. ഞാൻ പറഞ്ഞതും ഞാൻ വിചാരിക്കുന്നതും ഞാൻ ചിന്തിക്കുന്നതും ഞാൻ അംഗീകരിക്കുന്നതും മാത്രമേ ബാക്കിയുള്ളവർ അംഗീകരിക്കാവൂ എന്ന് പറയുന്നത് യുക്തിവാദ രോഗമാണ്. അത് രോഗമാണ്, അസഹിഷ്ണുതയുടെ രോഗം. എന്നിട്ട് ഇവർ തന്നെ അസഹിഷ്ണുത പറഞ്ഞുകൊണ്ട് നടക്കുന്നേ മറ്റുള്ളവരെ കുറിച്ച്. നമ്മൾ ചെയ്യേണ്ട അങ്ങനെയല്ല. നിങ്ങൾക്ക് നല്ലത് തോന്നുകയാണെങ്കിൽ എടുക്കാം,
പക്ഷെ അതാണ് ജീവിതത്തിലെ അവസാനത്തെ വാക്ക് എന്ന് പറഞ്ഞ് ജീവിക്കാതിരിക്കുക. എല്ലാത്തിലും നന്മകളുണ്ടാവും. ഇതെല്ലാം കുറച്ചും കൂടി കാഷ്വലായിട്ട് കൈകാര്യം ചെയ്യാൻ പഠിക്കുക. നമ്മളെവിടെയോ റീച്ചിട്ട് ദൈവ ഭയമാണ് നമുക്ക്. എന്തിനാ ദൈവത്തിനെ ഭയപ്പെടുന്ന? ദൈവം എന്താ IG-യോ പോലീസോ ജഡ്ജിയോ മറ്റോ ആണോ? ആചാരങ്ങൾ തെറ്റി വന്നാൽ പാപം ഉണ്ടാവോ? ആചാരം ചെയ്തില്ലെങ്കിൽ എന്താ പാപം ഉണ്ടാവോ? ആചാരങ്ങൾ അനുഷ്ഠിക്കാത്തവരൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്നില്ലേ? ആചാരം എന്തിനാ ഭാരമാക്കുന്നേ? ആചാരം വേണമെങ്കിൽ ജീവിതത്തിന്റെ ഭാഗമാക്കുക. നമ്മള് ഒത്തിരി പേരുണ്ട്. ഇന്നലെ ഒരു വളരെ ഉയർന്ന സ്ത്രീ വിളിച്ച് ചോദിക്കും, ഉയർന്ന പദവിയിലുള്ള സ്ത്രീ വിളിച്ച് ചോദിക്കേണ്ടായി, സാറിനെ ഒന്ന് കാണണം, ഒരു 15 മിനിറ്റ് സംസാരിക്കണം. എന്താ കാര്യം? അല്ല പേഴ്സണലി പറയാനുള്ളതാണ്. അല്ല എന്താന്ന് പറയൂ. പേഴ്സണലി പറയാനുള്ളതാണ്. പേഴ്സണലി പറയാൻ ഈ ഫോണിലൂടെ പറയാൻ പറ്റാത്തതാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഞാനിവിടെ ആരെയും എൻ്റർടൈൻ ചെയ്യാറില്ല. അതിന് കാരണമുണ്ട്. വിളിക്കുന്ന വ്യക്തികളൊക്കെ പേഴ്സണൽ കാര്യത്തിനാണ് വിളിക്കുന്നത്. ഈ രാഷ്ട്രത്തിനും ഈ ധർമ്മത്തിനും വേണ്ടി വിളിക്കുന്നവരാരും ഇല്ല. ഇങ്ങനെ വിളിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഇതിന് മുമ്പിലത്തെ ദിവസം ഞാൻ തൃശ്ശൂരിൽ പോയപ്പോൾ വളരെ റിച്ച് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു. അവരുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ പറയുകയുണ്ടായി. കുറച്ചു നേരം സാറിൻ്റെ അടുത്ത് ചെലവഴിക്കണം. എന്താ കാര്യം? അല്ല സാറ് തൃശ്ശൂരിലേക്ക് വരുമ്പോഴത്തേക്ക് നേരിട്ട് കാണണം. എന്താ കാര്യം? നേരിട്ട് കാണാനുള്ളതാണ്. വീണ്ടും ചോദിച്ചു, എന്താ കാര്യം? ഇല്ല, ഞാൻ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അത് ശരിയാണോ ഇല്ലയോ എന്നൊന്ന് അറിയാനാണ്. നല്ല ഉദ്ദേശത്തോടുകൂടിയാണ് കേട്ടോ ആ സ്ത്രീ പറഞ്ഞത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഞാൻ നിങ്ങളോട് പറയുമ്പോഴും ആ സ്ത്രീയുടെ ബാക്ക്ഗ്രൗണ്ടോ പേരോ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം അവർക്ക് വേദനിക്കാതിരിക്കാനാണ് അതൊന്നും പറയാത്തത്. ശരിക്ക് ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞൊരു വരിയുണ്ട്, സംശയാത്മാ വിനശ്യതി. എല്ലാത്തിലും സംശയമാണ് നമുക്ക്. ഞാൻ ചെയ്യുന്നത് ശരിയാണോ? ഞാൻ പറയുന്നത് ശരിയാണോ? ചെവി കുത്തുമ്പോൾ ഇടത്തെ ചെവിയാണോ ആദ്യം കുത്തേണ്ടത്? വലത്തെ ചെവിയാണോ ആദ്യം കുത്തേണ്ടത്? സൂര്യൻ ഉദിച്ചതിന് ശേഷമാണോ ചെവി കുത്തേണ്ടത്? ഇതിന് മുമ്പാണോ? ഏകാദശിയുടെ അന്ന് പിതൃകർമ്മം നടത്താൻ പറ്റുമോ? പിതൃകർമ്മം നടത്തിയ ദിവസം പുഴുക്കലരി തിന്നാൻ പറ്റുമോ? നമുക്ക് അന്നത്തെ ദിവസം നോൺ വെജിറ്റേറിയൻ കഴിക്കാൻ പറ്റുമോ? കോഴിമുട്ട നോൺ വെജിറ്റേറിയൻ ആണോ? ഇതൊക്കെ അന്വേഷിച്ച് നടക്കുന്നതിന് പോലെ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യാം. തെറ്റാണെന്ന് തോന്നുന്നത്, കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിൽ അത് വേണ്ടെന്ന് വെക്കുക. കുറ്റബോധം തോന്നാത്തത്, മുട്ടയിൽ ജീവനുണ്ട്, കോഴിക്കുഞ്ഞുണ്ട്, തിന്നണ്ട മുട്ട തിന്നാതിരുന്നിട്ട് ആരെങ്കിലും ചത്തുപോയിട്ടൊന്നും ഇല്ലല്ലോ. ആഴ്ചയിൽ ഒരിക്കൽ നോൺ വെജിറ്റേറിയൻ കഴിച്ചോട്ടെ. ഇത് ഞാനാണോ? ചിത്രഗുപ്തൻ ആഴ്ചയിൽ ഒരിക്കൽ നോൺ വെജിറ്റേറിയൻ കഴിച്ചോട്ടെ, ബാക്കി ആഴ്ചയിൽ 6 ദിവസം കഴിക്കരുത് എന്ന് പറയാൻ ഞാനെന്താ കേരളത്തിലെ മുഖ്യമന്ത്രിയാ? ഒന്നുമല്ലല്ലോ. നിങ്ങൾക്ക് കുറെ കൂടി ലാഘവത്തോടുകൂടി കാര്യങ്ങൾ കാണാനും വിലയിരുത്താനും പഠിക്കാം. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യാം, നിങ്ങൾക്ക് തെറ്റെന്ന് തോന്നുന്നത് ചെയ്യാതിരിക്കുക. ആ തെറ്റെന്ന് തോന്നുന്നത് തെറ്റാണോ എന്ന് വേറൊരുവന്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടി കാത്തിരിക്കാതിരിക്കുക. ഒരാൾ പറയുകയുണ്ടായി, മദ്യപിച്ച് കുറച്ച് ഞാൻ കഴിച്ചോട്ടെ സാറേ. നിങ്ങൾ കുറച്ചാക്കണം എന്തിനാ? നിങ്ങൾ പറ്റാവുന്നിടത്തോളം കഴിച്ചോളൂ, എനിക്ക് വല്ല കുഴപ്പമുണ്ടോ? നിങ്ങൾ മദ്യപിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പറയുകയില്ല. നിങ്ങളുടെ സ്വാതന്ത്ര്യമാണെങ്കിൽ നിങ്ങൾ കഴിക്കുക. നിങ്ങൾ ആരോഗ്യത്തോടുകൂടി ഇരിക്കണോ ആരോഗ്യം ഇല്ലാതിരിക്കണോ ഇതൊന്നും എൻ്റെ ജോലിയല്ല. നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിനാണ്. എന്നിട്ട് ശരി കുറച്ച് കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഗോപാലകൃഷ്ണൻ അത് പറഞ്ഞിട്ടുണ്ട്, അത് കാരണം ഞാൻ കുറച്ച് കഴിക്കുകയാണ്. പിന്നെ ആ വീട്ടിൽ കലഹമുണ്ടാക്കാൻ കാരണം ഞാനാവും. ആലോചിച്ച് നോക്കാം. ഞാൻ എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ, എൻ്റെ വീട്ടിൽ അസുഖമായിട്ട് ഇരിക്കുന്ന വ്യക്തികൾക്ക് അസുഖം വരാൻ കാരണം എന്താണെന്ന് ജ്യോത്സ്യനെ ചെന്ന് കാണുന്നതിന് പകരം ഡോക്ടറെ ചെന്ന് കാണാം. ഈ ഡോക്ടറെ ചെന്ന് കാണുന്നതിന് മുമ്പ് നല്ല ഡോക്ടർ ആരാണെന്ന് പല പ്രാവശ്യം വിലയിരുത്തിയിട്ട് മാത്രം ഇറങ്ങി പുറപ്പെടാം. വെറുതെ ചൂഷണം ചെയ്യുന്ന ഡോക്ടർമാർ ഇപ്പം 90% ഉണ്ടെന്ന് തോന്നുന്നു. വെറുതെ ചൂഷണം ചെയ്യുന്ന ആശുപത്രിക്കാരും ധാരാളമുണ്ട്. അപ്പോൾ ധാരാളമുണ്ട്. അതൊരു ബിസിനസ് തന്നെയാണ് എല്ലാവർക്കും. പക്ഷെ അതല്ലാത്തവരും ഉണ്ട് ലോകത്തിൽ. അവരെ ചെന്ന് കാണാം. ജ്യോതിഷം നോക്കിയതിന് ശേഷം, ജാതകം നോക്കിയതിന് ശേഷം, എൻ്റെ മകളുടെ ജാതകം സാറ് തന്നെ നോക്കണം, എന്ത് വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഒരാൾ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ആരുടെ ജാതകം നോക്കുന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മകളുടെ ജാതകം മരുമകൻ ഇതാണ്, എനിക്ക് ഉള്ള സമയം വേറെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് എന്ന് പറയും. ഇത് ഞാൻ പറഞ്ഞത് എന്തിനറിയാമോ? ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ഇത് ഞാൻ പറയാൻ കാരണം കുറെ കൂടി സിമ്പിളായിട്ട് ലാഘവത്തോടു കൂടി ജീവിക്കാൻ പഠിക്കാം. ഇന്നലെ നല്ലൊരു പ്രഭാഷണം, ഇന്നലെ മിനിഞ്ഞാന്ന് രാവിലെ നല്ല പ്രഭാഷണം നടത്തുമ്പോഴത്തേക്കും ഒരു കറുത്ത പൂച്ച വിലങ്ങനെ ചാടി. വിളക്ക് കത്തിക്കുമ്പോഴാണ് ചാടിയ. ഏരണ്ടൂർ ദേവി ക്ഷേത്രത്തിൽ എറണാകുളത്ത് കലൂരിനടുത്ത്. ആരും അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ഒറ്റ അക്ഷരം ആരും തീർന്നിട്ട് പറഞ്ഞില്ല. ഇത് പറയില്ല എന്ന് ഉറപ്പായപ്പോഴത്തേക്കും
ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് കാര്യങ്ങൾ വിലയിരുത്തേണ്ടത്. കറുത്ത പൂച്ചയ്ക്ക് ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് പോകണ്ടേ? ആയിരക്കണക്കിന് ആൾക്കാർ സദസ്സിലിരിക്കുമ്പോൾ ആ പൂച്ചയ്ക്ക് അപ്പുറത്ത് കൂടെ പോകാൻ പറ്റില്ല, ഇപ്പുറത്ത് കൂടെ പോകാൻ പറ്റില്ല, ഈ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ കൂടെ പോകാൻ പറ്റുള്ളൂ. അത് നമ്മളുടെ പരിപാടികൾക്ക് വിലങ്ങ് ചാടി എന്ന് പറയാൻ, അതിന് വിലങ്ങ് ചാടാണ്ട് അപ്പുറത്തേക്ക് പോകാൻ പറ്റുന്ന ഹെലികോപ്റ്റർ വഴിക്ക് പോകാൻ പറ്റുമോ അതിന്? പൂച്ചയ്ക്ക് അതൊരു ജീവി ഇപ്പുറത്തുനിന്ന് ആൾക്കാർ ആരും ഉപദ്രവിക്കാത്തതിന്റെ സന്തോഷത്തിൽ പതുക്കെ ചാടി, അത്രയേ ഉള്ളൂ. ആരെങ്കിലും ഉപദ്രവിച്ചിരുന്നെങ്കിൽ അത് ആ വിളക്കും എല്ലാം കൂടി ചേർത്തങ്ങ് എടുത്തോണ്ട് പോയേനെ. ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണോ ഒന്ന് ചിന്തിച്ചു നോക്കാം. നീ ഇതെല്ലാം ശരിയാക്കിയിട്ട് ജീവിച്ചിട്ട് എത്ര കാലം ജീവിക്കും? എപ്പോ വേണമെങ്കിൽ തീരാം. ഇന്നോ നാളെയോ വിളക്ക് കെടുന്നു അറിയാലോ. അപ്പൊ കുറെ കൂടി ലാഘവത്തോടിച്ച് വേണ്ടതിനും വേണ്ടാത്തതിനും ജ്യോത്സ്യന്റെയും വാസ്തുവിദ്യക്കാരന്റെയും നിമിത്ത ശാസ്ത്രജ്ഞന്റെയും ഗൗളി ശാസ്ത്രജ്ഞന്റെയും കൈരേഖാ ശാസ്ത്രജ്ഞന്റെയും ഒക്കെ അടുത്ത് പോവാതിരിക്കുക. ഇനി കൈരേഖയുടെ അടുത്ത് പോകണമെങ്കിൽ അയാൾ ജീവിച്ചോട്ടെ, 10-25 രൂപ കൊടുക്കുക. അയാൾ പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എടുക്കാം, അയാൾ അതും എടുക്കാം നല്ല രീതിയിൽ. അയാളിപ്പോൾ നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാൻ പറ്റിയ കാലമാണ്, മനസ്സിന് ബിസിനസ് തുടങ്ങാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ തുടങ്ങി നോക്കുക, റിസ്ക് എടുക്കാതെ കുറേശ്ശെ. ഒരുപക്ഷെ അയാൾ പറഞ്ഞത് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. അതായത് കൈരേഖ കൊണ്ടൊക്കെ ബിസിനസ് തുടങ്ങാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം വേറെ, അതവിടെ ഇരിക്കട്ടെ. അങ്ങനെ കൂടി ഒന്ന് ചെയ്ത് നോക്കാം. ഇപ്പം എൻ്റെ സുഹൃത്ത് എന്നെ വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതെല്ലാവർക്കും പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ട് പറഞ്ഞത് മാത്രമാണ്. പ്രണാമം, നമസ്കാരം.